3.5 മീറ്റർ നീളമുള്ള കമ്പി രണ്ടായി മുറിച്ച് ഒരു കഷ്ണം വളച്ചൊരു സമചതുരവും മറുകഷ്ണം വളച്ചൊരു സമഭുജ ത്രികോണവും ഉണ്ടാക്കണം. സമചതുരത്തിന്റെയും സമഭുജ ത്രികോണത്തിന്റെയും വശങ്ങൾക്ക് ഒരേ നീളമാണ് എങ്കിൽ വശത്തിന്റെ നീളം എത്ര? ഇവിടെ 3.5 മീറ്റർ നീളമുള്ള ഒരു കമ്പി രണ്ടായി മുറിച്ച് അതിലെ ഒരു കഷ്ണം വളച്ച് ഒരു സമചതുരം ഉണ്ടാക്കുന്നു. രണ്ടാമത്തെ കഷ്ണം കൊണ്ട് ഒരു സമഭുജ ത്രികോണം ഉണ്ടാക്കുന്നു. സമചതുരത്തിന്റെയും സമഭുജ ത്രികോണത്തിന്റെയും വശങ്ങൾക്ക് ഒരേ നീളമാണ്. അങ്ങനെയെങ്കിൽ വശത്തിന്റെ നീളം എത്രയെന്ന് കണ്ടുപിടിക്കണം. നമുക്ക് കണ്ടുപിടിക്കേണ്ട വശത്തിന്റെ നീളം നമുക്ക് A സെന്റിമീറ്റർ എടുക്കാം. ഒരു വശം A സെന്റിമീറ്റർ എടുക്കുക. അങ്ങനെയെങ്കിൽ സമചതുരത്തിന്റെ ചുറ്റളവ് കണ്ടുപിടിച്ചാൽ ആ സമചതുരം ഉണ്ടാക്കാൻ ഉപയോഗിച്ച കമ്പി കഷ്ണത്തിന്റെ നീളം കിട്ടും. സമചതുരത്തിന്റെ ചുറ്റളവ് കാണാൻ ഒരു വശത്തിന്റെ നീളം A സെന്റിമീറ്റർ ആണെങ്കിൽ സമചതുരത്തിന്റെ ചുറ്റളവ് 4A സെന്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ സമചതുരം ഉണ്ടാക്കാൻ ഉപയോഗിച്ച കമ്പി കഷ്ണത്തിന്റെ നീളം 4A സെന്റിമീറ്റർ. അതുപോലെ സമഭുജ ത്രികോണത്തിന്റെ ചുറ്റളവ്, സമഭുജ ത്രികോണത്തിന്റെ 3 വശങ്ങൾക്ക് ഒരേ നീളമാണ്. അതുകൊണ്ട് ഒരു വശത്തിന്റെ നീളം A സെന്റിമീറ്റർ ആണെങ്കിൽ അതിന്റെ ചുറ്റളവ് 3A സെന്റിമീറ്റർ ആണ്. അതായത് സമഭുജ ത്രികോണം ഉണ്ടാക്കാൻ ഉപയോഗിച്ച കമ്പി കഷ്ണത്തിന്റെ നീളം 3A സെന്റിമീറ്റർ. അപ്പോൾ 4Aയും 3Aയും ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കമ്പി മുറിക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന നീളം കിട്ടും. 4 + 3A, 4Aയും 3Aയും കൂടെ കൂട്ടിയാൽ 7A. അപ്പോൾ ഒരു വശത്തിന്റെ നീളം A സെന്റിമീറ്റർ ആണെങ്കിൽ കമ്പി മുറിക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന നീളം 7A സെന്റിമീറ്റർ ആണ്. ഇതാണ് നമുക്ക് 3.5 മീറ്റർ എന്ന് നൽകിയിരിക്കുന്നത്. 3.5 മീറ്റർ, മീറ്ററിനെ സെന്റിമീറ്റർ ആക്കാൻ 100 കൊണ്ട് ഗുണിച്ചാൽ മതി. 3.5നെ 100 കൊണ്ട് ഗുണിച്ചാൽ 350 എന്ന് കിട്ടും. അതായത് 350 സെന്റിമീറ്റർ. നമുക്ക് 7A = 350 എന്ന് എടുക്കുക. 7A 350 ആണെങ്കിൽ A എത്ര വരും? 350/7. 35നെ 7 കൊണ്ട് ഹരിച്ചാൽ 5 ആണ്. അപ്പോൾ 350നെ 7 കൊണ്ട് ഹരിച്ചാൽ 50. അതായത് 50 സെന്റിമീറ്റർ ആണ് സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം. സമഭുജ ത്രികോണത്തിന്റെ ഒരു വശത്തിന്റെ നീളം ഇത് തന്നെ. ശരിയുത്തരം ഓപ്ഷൻ ബി, 50 സെന്റിമീറ്റർ. ഗാന്ധി ജയന്തിക്ക് 30% വിലക്കിഴിവ് അനുവദിച്ചപ്പോൾ ഒരാൾ 3500 രൂപ കൊടുത്ത് ഖാദി വസ്ത്രങ്ങൾ വാങ്ങി. എത്ര രൂപ വിലയുള്ള വസ്ത്രങ്ങളാണ് അയാൾക്ക് കിട്ടിയത്? ഇവിടെ 30% വിലക്കിഴിവ് അനുവദിച്ചപ്പോഴാണ് 3500 രൂപയ്ക്ക് വസ്ത്രങ്ങൾ കിട്ടിയത്. അപ്പോൾ സാധനത്തിന്റെ യഥാർത്ഥ വില X രൂപയെന്ന് കരുതുക. X രൂപ. ഈ Xന്റെ 30% കുറച്ചപ്പോൾ 3500 വന്നു. അതായത് Xന്റെ 70%ആണ് 3500. X × 100/70 = 3500 എന്ന് എടുക്കാം. നമുക്ക് ഈ 100/70നെ വലതുവശത്ത് കൊണ്ടുപോയാൽ Xന്റെ വാല്യൂ കിട്ടും. വലതുവശത്ത് ചെല്ലുമ്പോൾ 100/70ന്റെ വിൽക്രമം എഴുതണം. അതായത് 70ൽ 100 എന്നെടുക്കണം. X = 3500 × 100/70 എന്നെടുക്കുക. നമുക്ക് ഓരോ പൂജ്യങ്ങൾ ക്യാൻസൽ ചെയ്യാം. 35നെ 7 കൊണ്ട് ഹരിച്ചാൽ 5 കിട്ടും. അപ്പോൾ 3500നെ 7 കൊണ്ട് ഹരിച്ചാൽ 500 എന്ന് വരും. 500 × 10, 500 × 10 5000. അതായത് വസ്ത്രങ്ങളുടെ വില, യഥാർത്ഥ വില 5000 രൂപയാണ്. ശരിയുത്തരം ഓപ്ഷൻ എ. അച്ചുവിന്റെ വീടിന്റെ ചുമര് തേക്കുന്നതിന് സിമന്റും മണലും 1:5 എന്ന അംശബന്ധത്തിലാണ് ഉപയോഗിച്ചത്. ഇതിനായി 45 ചാക്ക് സിമന്റ് വാങ്ങി. എത്ര ചാക്ക് മണൽ വാങ്ങണം? നോക്കുക, സിമന്റും മണലും തമ്മിലുള്ള അംശബന്ധം ഇവിടെ 1:5 ആണ്. സിമന്റ് ഈസ്റ്റു മണൽ 1:5 ആണ്. സിമന്റിന്റെ 5 ഇരട്ടി മണൽ വാങ്ങണം. അതായത് ഒരു ചാക്ക് സിമന്റ് ഉപയോഗിച്ചാൽ 5 ചാക്ക് മണൽ വേണം. ഇവിടെ സിമന്റ് 45 ചാക്ക് വാങ്ങി എന്ന് നൽകിയിരിക്കുന്നു. അപ്പോൾ മണലിന്റെ അളവ് 45 × 5 ആണ്. 45നെ 5 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 225 എന്ന് കിട്ടും. അതായത് 225 ചാക്ക് മണൽ വാങ്ങണം. ശരിയുത്തരം ഓപ്ഷൻ ഡി. ഒരു ചതുരത്തിന്റെ ചുറ്റളവ് 26 സെന്റിമീറ്റർ ആണ്. ഈ ചതുരത്തിന്റെ നീളം 2 മടങ്ങും വീതി 3 മടങ്ങുമാക്കി മറ്റൊരു ചതുരം വരച്ചപ്പോൾ ചുറ്റളവ് 62 സെന്റിമീറ്റർ ആയി. എങ്കിൽ ആദ്യത്തെ ചതുരത്തിന്റെ നീളം എത്ര? നമുക്ക് ആദ്യത്തെ ചതുരത്തിന്റെ നീളം L എന്നും വീതി B എന്നും എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ചുറ്റളവ് 2 × L + B ആണ്. അപ്പോൾ 2 × L + B = 26 സെന്റിമീറ്റർ എന്നെടുക്കാം.
അപ്പോൾ ആദ്യത്തെ ചതുരത്തിൻ്റെ നീളം 2 മടങ്ങാക്കുന്നു. നീളം 2 മടങ്ങാക്കിയാൽ പുതിയ നീളം എന്ന് പറയുന്നത് 2L ആണ്. അതുപോലെ വീതി 3 മടങ്ങാക്കി. അപ്പോൾ പുതിയ വീതി, ഇപ്പോഴത്തെ വീതി B ആണെങ്കിൽ വീതി 3 മടങ്ങാക്കുമ്പോൾ 3B വരും. അപ്പോൾ നീളം 2L വീതി 3Bയും ഉള്ള പുതിയ ചതുരത്തിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 2 ഗുണം 2L പ്ലസ് 3B ആണ്. ഓർക്കുക, നീളം അധികം വീതി അല്ലെങ്കിൽ നീളത്തിൻ്റെയും വീതിയുടെയും തുകയെ 2 കൊണ്ട് ഗുണിച്ചാൽ ചുറ്റളവ് കിട്ടും. അപ്പോൾ 2 ഗുണം 2L പ്ലസ് 3B സമം പുതിയ ചതുരത്തിൻ്റെ ചുറ്റളവ് 62 എന്നെടുക്കുക. ഈ രണ്ട് ഇക്വേഷൻസ് സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് എല്ലും ബിയും കണ്ടുപിടിക്കാം. അപ്പോൾ 2 ഗുണം L പ്ലസ് ബി സമം 26 ആണെങ്കിൽ L പ്ലസ് ബി എത്ര വരും? L പ്ലസ് ബി സമം 26/2. 26നെ 2 കൊണ്ട് ഹരിച്ചാൽ 13 സെൻറ്റിമീറ്റർ അത് കിട്ടും. ഇവിടെ 2 ഗുണം 2L പ്ലസ് 3B സമം 62 ആണ്. അതായത് 2L പ്ലസ് 3B സമം 62/2, അതായത് 31 എന്ന് വരും. 31 സെൻറ്റിമീറ്റർ. ഇവിടെ 2L പ്ലസ് 3B ഉണ്ട്, ഇവിടെ L പ്ലസ് ബി ഉണ്ട്. നമുക്ക് എല്ലാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ബി എ ഒഴിവാക്കണം. അപ്പോൾ ഇതിലെ L പ്ലസ് ബി എ നമുക്ക് 3 കൊണ്ട് ഗുണിക്കാം. അപ്പോൾ 3 ഇൻറ്റു L പ്ലസ് ബി സമം എത്ര വരും? 3 ഗുണം 13, അതായത് 39 എന്ന് വരും. അല്ലെങ്കിൽ 3L പ്ലസ് 3B സമം 39 നമുക്ക് കിട്ടും. ഈ L പ്ലസ് ബി എ 3 കൊണ്ട് ഗുണിച്ചാൽ 3L പ്ലസ് 3B സമം 39. 3L പ്ലസ് 3B സമം 39 എന്ന ഇക്വേഷനിൽ നിന്നും നമുക്ക് 2L പ്ലസ് 3B സമം 31 എന്ന ഇക്വേഷൻ കുറയ്ക്കാം. 3L നിന്ന് 2L കുറച്ചാൽ L എന്ന് കിട്ടും. 3Bയിൽ നിന്ന് 3B കുറച്ചാൽ B 0 ആയി പോവും, അല്ലെ ബിയുടെ ടേം ഉണ്ടാവില്ല. 39 നിന്ന് 31 കുറച്ച് കഴിഞ്ഞാൽ 8 എന്ന് കിട്ടും. അതായത് ലെന്ത് 8 സെൻറ്റിമീറ്റർ ആണ്. ആദ്യ ചതുരത്തിൻ്റെ നീളം 8 സെൻറ്റിമീറ്റർ. ശരിയുത്തരം ഓപ്ഷൻ ഡി 8. 840 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു വിമാനത്തിന് 5040 കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയം വേണം? അപ്പോൾ സഞ്ചരിക്കാനെടുത്ത സമയം കണ്ടുപിടിക്കാൻ സഞ്ചരിച്ച ദൂരത്തിനെ വേഗത കൊണ്ട് ഹരിച്ചാൽ മതി. സമയം സമം ദൂരം ബൈ വേഗതയാണ്. ദൂരം 5040 കിലോമീറ്റർ ആണ്, വേഗത 840 കിലോമീറ്റർ. അപ്പോൾ നമുക്ക് പൂജ്യങ്ങൾ ക്യാൻസൽ ചെയ്യാം. 504നെ 84 കൊണ്ട് ഹരിക്കുക. 504നെ 84 കൊണ്ട് ഹരിച്ചാൽ 6, 64 24, ശിഷ്ടം 2, 6 8 48 2 50, അതായത് 6 മണിക്കൂർ എന്ന് കിട്ടും. അപ്പോൾ 6 മണിക്കൂർ സമയം മതി. ശരിയുത്തരം ഓപ്ഷൻ എ 6 മണിക്കൂർ. രവിക്ക് വീണയേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. അടുത്ത വർഷം രവിയുടെ വയസ്സ് വീണയുടെ വയസ്സിൻ്റെ 2 മടങ്ങാകും. എങ്കിൽ രവിയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? ഇവിടെ 2 ആളുകൾ, രവിയും വീണയും. ഇതിൽ രവിക്ക് വീണയേക്കാൾ 10 വയസ്സ് കൂടുതലാണെന്ന് നൽകിയിട്ടുണ്ട്. അപ്പോൾ രവിയുടെ ഇപ്പോഴത്തെ പ്രായം എ എന്നും വീണയുടെ ഇപ്പോഴത്തെ പ്രായം ബി എന്നും എടുത്തു കഴിഞ്ഞാൽ രവിയുടെ ഇപ്പോഴത്തെ പ്രായം വീണയുടെ വയസ്സിനേക്കാൾ 10 കൂടുതലാണ്. അതായത് എ സമം ബി പ്ലസ് 10 ആണ്. നമുക്ക് ഒരു ബന്ധം ഇവിടെ കിട്ടി. ഇനി അടുത്ത വർഷം രവിയുടെ വയസ്സ് വീണയുടെ വയസ്സിൻ്റെ 2 മടങ്ങാകും നൽകിയിട്ടുണ്ട്. അപ്പോൾ രവിയുടെ ഇപ്പോഴത്തെ പ്രായം എ ആണെങ്കിൽ അടുത്ത വർഷം രവിക്ക് 1 വയസ്സ് കൂടും. അതായത് അടുത്ത വർഷത്തെ പ്രായം എ പ്ലസ് 1 ആണ്. വീണയ്ക്ക് 1 വയസ്സ് കൂടും. വീണയുടെ അടുത്ത വർഷത്തെ പ്രായം ബി പ്ലസ് 1. അടുത്ത വർഷം രവിയുടെ വയസ്സ് വീണയുടെ വയസ്സിൻ്റെ 2 മടങ്ങാകും. അതായത് എ പ്ലസ് 1 എന്നുള്ളത് ബി പ്ലസ് 1ൻ്റെ 2 മടങ്ങാണ്. 2 ഇൻറ്റു ബി പ്ലസ് 1 ആണ്. ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. എ പ്ലസ് 1 സമം 2 കൊണ്ട് ഇതിനെ ഗുണിക്കുക. അപ്പോൾ 2b പ്ലസ് 2, 2 ഗുണം 1 2 എന്ന് വരും. ഇതിൽ നിന്ന് നമുക്ക് എ സമം ഈ 1 എയോട് 1 കൂട്ടിയതാണ് 2b പ്ലസ് 2. അപ്പോൾ എ കിട്ടാനായിട്ട് 2b പ്ലസ് 2ൽ നിന്ന് 1 കുറച്ചാൽ മതി. 2b പ്ലസ് 2 മൈനസ് 1, അതായത് എ സമം 2b പ്ലസ് 2 മൈനസ് 1 1, 2b പ്ലസ് 1 ആണ്. നോക്കുക, ഈ 2 ഇക്വേഷൻസ് നോക്കുക. 2ൻ്റെ ഇടതുവശം എ ആണ്. എയുടെ വാല്യൂ ബി പ്ലസ് 10 എന്നും എയുടെ വാല്യൂ 2b പ്ലസ് 1 എന്നും കിട്ടി. അപ്പോൾ ഇത് ഇടതുവശം തുല്യമായതുകൊണ്ട് നമുക്ക് വലതുവശങ്ങൾ ഇക്വേറ്റ് ചെയ്യാം. അതായത് 2b പ്ലസ് 1 സമം ബി പ്ലസ് 10 എന്ന് എഴുതാം. ഇതിൽ നമുക്ക് ബിയുടെ വാല്യൂ കണ്ടുപിടിക്കാം. അതിനായിട്ട് ഈ ബിയെ ഇടതുവശത്തേക്ക് കൊണ്ടുപോവുക, 1നെ വലതുവശത്തേക്ക് കൊണ്ടുപോവുക.
2b, ഈ ബി ഇടതുവശത്ത് ചെല്ലുമ്പോൾ -b ആവും. 2b - b സമം 10 - 1 എന്ന് വരും. 2b ന്ന് 1b കുറച്ചാൽ b സമം 10 ൽ 1 കുറച്ചാൽ 9. അതായത് വീണയുടെ പ്രായം 9 വയസ്സാണ്. അപ്പോൾ രവിയുടെ പ്രായമാണ് വേണ്ടത്. അത് കിട്ടാനായിട്ട് ഈ b+10 ബിക്ക് 9 എന്ന് കൊടുക്കുക. അതായത് 9 + 10 സമം 19. അപ്പോൾ രവിയുടെ ഇപ്പോഴത്തെ വയസ്സ് 19 ആണ്. ശരി ഉത്തരം ഓപ്ഷൻ എ. 2025 ഏപ്രിൽ മാസത്തിലെ ആദ്യ ദിവസം ബുധനാഴ്ചയായാൽ അവസാന ദിവസം ഡാഷ് ആയിരിക്കും. അപ്പോൾ ഏപ്രിൽ 1 ബുധനാണെന്ന് നൽകിയിട്ടുണ്ട്. ഏപ്രിൽ 1 ബുധനാണ്. അപ്പോൾ ഏപ്രിൽ മാസത്തിലെ അവസാന ദിവസം, അതായത് ഏപ്രിൽ 30-ാം തീയതി ഏത് ദിവസമായിരിക്കും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. 1 ബുധനാണെങ്കിൽ 1നോട് 7 കൂട്ടിയാൽ കിട്ടുന്ന 8 ബുധനായിരിക്കും. 8നോട് 7 കൂട്ടിയാൽ കിട്ടുന്ന 15 ബുധനായിരിക്കും. 15 7 22 ബുധനായിരിക്കും. 22 7 29 ബുധനായിരിക്കും. 29 ബുധനാണെങ്കിൽ 30 വ്യാഴം വരും. അപ്പോൾ ഏപ്രിൽ മാസത്തിലെ അവസാന ദിവസം വ്യാഴാഴ്ചയായിരിക്കും. ശരി ഉത്തരം ഓപ്ഷൻ സി. അടുത്ത പദം കണ്ടെത്തുക. BEG JMO RUW ഡാഷ്. അപ്പോൾ നമുക്ക് ഈ പദങ്ങൾ തമ്മിലുള്ള ബന്ധം കണ്ടെത്താനായിട്ട് നമുക്ക് അക്ഷരമാല എന്ന് എഴുതാം. ഇതിൽ ആദ്യത്തെ ശ്രേണി നോക്കുക. BEG, അതായത് BEG. ബി കഴിഞ്ഞ് 2 അക്ഷരം വിട്ട് ഇ എത്തി. അത് കഴിഞ്ഞ് ഒരക്ഷരം ഒഴിവാക്കി ജിയിൽ വന്നു. അടുത്തത് നോക്കുക JMO. അപ്പോൾ ജിക്ക് ശേഷം 2 അക്ഷരം ഒഴിവാക്കിയിരിക്കുന്നു. ജയിലെത്തി. വീണ്ടും 2 അക്ഷരം ഒഴിവാക്കി എം, ഒരക്ഷരം ഒഴിവാക്കി എൻ, ഓയിൽ. അപ്പോൾ വീണ്ടും അടുത്തത് തുടങ്ങേണ്ടത് ആറിലായിരിക്കും. അതിൽ ആറിലാണ് തുടങ്ങിയത്. RUW. അപ്പോൾ ഇതിലെ ഓരോ ഗ്യാപ്പും 2 അക്ഷരം വീതമാണ് ഇവിടെ ഉണ്ടാകുക. അപ്പോൾ അടുത്ത ഡബ്ല്യുവിന് ശേഷം 2 അക്ഷരം ഒഴിവാക്കി വേണം നമ്മൾ തുടങ്ങാൻ. ഡബ്ല്യുവിന് ശേഷം 2 അക്ഷരം ഒഴിവാക്കിയാൽ ഇസഡിൽ തുടങ്ങണം. ഇസഡിൽ തുടങ്ങിയാൽ അടുത്തത് 2 അക്ഷരം ഒഴിവാക്കുക. അങ്ങനെയാണ് പോയിരിക്കുന്നത്. നോക്കുക, ബിയിൽ തുടങ്ങി 2 അക്ഷരം ഒഴിവാക്കുന്നു. ജയിൽ തുടങ്ങുമ്പോൾ 2 അക്ഷരം ഒഴിവാക്കി. ആറിൽ തുടങ്ങി 2 അക്ഷരം ഒഴിവാക്കി. അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇസഡ് കഴിഞ്ഞാൽ 2 അക്ഷരം ഒഴിവാക്കണം. അതായത് എയും ബിയും ഒഴിവാക്കി സിയിൽ തുടങ്ങണം. ഇനി രണ്ടാമത്തെയും മൂന്നാമത്തെയും അക്ഷരങ്ങൾക്കിടയിലെ ഗ്യാപ്പ് 1 ആണ്. അപ്പോൾ സിയിൽ തുടങ്ങുന്നു, ഡി ഒഴിവാക്കി ഇയിലെത്തുന്നു. ZCE ആണ് അടുത്ത് വരേണ്ടത്. ശരി ഉത്തരം ഓപ്ഷൻ ബി, ZCE. എ എക്സിൻ്റെ സഹോദരിയും എക്സ് വൈയുടെ മകളും വൈ ഇസഡിൻ്റെ മകളും ആണെങ്കിൽ എയുടെ ആരാണ് ഇസഡ്? എ എക്സിൻ്റെ സഹോദരിയാണ്. അതായത് എയും എക്സും സഹോദരങ്ങളാണ്. എക്സ് വൈയുടെ മകളാണ്. അപ്പോൾ വൈയുടെ മകളാണ് എക്സ്. എക്സും എയും സഹോദരങ്ങളായതുകൊണ്ട് വൈയുടെ മറ്റൊരു മകളാണ്, സഹോദരിയാണ്. അതുകൊണ്ട് വൈയുടെ മറ്റൊരു മകളാണ് എ. അപ്പോൾ വൈക്ക് 2 പെൺകുട്ടികളുണ്ട്, എയും എക്സും. ഇനി വൈ ഇസഡിൻ്റെ മകളാണ്. അപ്പോൾ ഇസഡിൻ്റെ മകളാണ് വൈ. അങ്ങനെയെങ്കിൽ എയുടെ ആരാണ് ഇസഡ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എയുടെ അമ്മയുടെ അമ്മയാണ് ഇസഡ്, അതായത് അമ്മമ്മയാണ്. ശരി ഉത്തരം ഓപ്ഷൻ സി, അമ്മമ്മ. ഒരു ക്ലോക്കിലെ സമയം 4:10 ആകുമ്പോൾ മണിക്കൂർ മിനിറ്റ് സൂചികൾക്കിടയിലെ കോണളവ് എത്രയായിരിക്കും? ഇവിടെ ക്ലോക്കിലെ സമയം 4 മണി 10 മിനിറ്റ് ആകുമ്പോൾ സൂചികൾക്കിടയിലെ കോണളവ് കണ്ടുപിടിക്കണം. ഇത് കണ്ടുപിടിക്കാൻ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. തന്നിരിക്കുന്ന സമയത്തിലെ മണിക്കൂറിനെ 60 കൊണ്ടും മിനിറ്റിനെ 11 കൊണ്ടും ഗുണിക്കുക. അപ്പോൾ 6 × 4 24 അതുകൊണ്ട് ഇത് 240 വരും. 11 10 110. ഈ ഗുണനഫലങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തിൻ്റെ പകുതി എടുത്താൽ നമുക്ക് സൂചികൾക്കിടയിലെ കോണളവ് കിട്ടും. അപ്പോൾ വ്യത്യാസം കാണാനായിട്ട് 240 നിന്ന് 110 കുറയ്ക്കാം. അപ്പോൾ 130 കിട്ടും. 130ൻ്റെ പകുതി 130/2 65. അപ്പോൾ സൂചികൾക്കിടയിലെ കോണളവ് 65 ഡിഗ്രി ആയിരിക്കും. ശരി ഉത്തരം ഓപ്ഷൻ ബി, 65.